എല്ലാവർക്കും കോഴിക്കോട്ടെ ശനി ആശംസകൾ. എന്താണ് ഈ കോഴിക്കോട്ടെ ശനി എന്ന് അറിയാമോ? അറിയാതിരിക്കാം കേട്ടോ, നമ്മുടെ മുതിർന്ന ആൾക്കാർക്കൊക്കെ അറിയാതിരിക്കാം. അറിയാത്തവർക്ക് ഞാനും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഈ കോഴിക്കോട്ടെ ശനി എന്ന് വെച്ചാൽ ഈശോ 40 ദിവസം രാവും പകലും ഉപവസിച്ചതിന് ശേഷം 41ാം ദിവസം ബെഥാനിയയിൽ എന്ന സ്ഥലത്ത്, അതായത് താൻ ഉയർപ്പിച്ച ലാസറിന്റെ സ്ഥലമാണ് ബെഥാനിയ, അവിടെ ലാസറിന്റെ ഭവനത്തിൽ എത്തിയപ്പോൾ ലാസറിന്റെ സഹോദരിമാരായ മർത്താമറിയും, ഈശോ വിശന്നാണ് ഇരിക്കുന്നത്, അതിവിശന്ന്, അപ്പം മർത്താമറിയും പെട്ടെന്ന് കുഴച്ച് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമാണ് കോഴിക്കോട്ട. അതിന്റെ ഓർമ്മ ആചരണവും കൂടെയാണ് നമ്മൾ ഈ ക്രൈസ്തവര് കോഴിക്കോട്ടെ ശനിയായിട്ട് ആചരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടെ കോഴിക്കോട്ടെ ശനിയുടെ ആശംസകൾ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കൊഴുക്കട്ടയെ മർത്താമറിയും ഈശോയ്ക്ക് തിടുക്കത്തിൽ ഉണ്ടാക്കി കൊടുത്ത കൊഴുക്കട്ടയല്ല, കുറച്ച് കുട്ടികൾക്കും, അതായത് കുട്ടികൾക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ വരെ നല്ല രീതിയിൽ കഴിക്കും. കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള, അതിനകത്ത് എന്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ ചേർത്തിട്ടാണ് ഞാൻ കോഴിക്കോട്ട ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കാൻ പോകാം. നീ ഓണാക്കിക്കോ, ഞാൻ പറഞ്ഞോളാം. അപ്പം നമ്മളെ കോഴിക്കോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിനൊരു ഇത്രയും പൊടിയാണ്, 3/4 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തിളപ്പിച്ച വെള്ളമാണ്. ഉപ്പും പഞ്ചസാരയും ഒരു തുള്ളി നെയ്യും കൂടെ, 1 സ്പൂൺ നെയ്യ് കാണും, 1 സ്പൂൺ കാണൂല, ഇത്രയും നെയ്യും കൂടെ ഒഴിച്ച് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. ഈ മാവ്, അതായത് അരിപ്പൊടി കുഴച്ചെടുക്കുക. നമ്മൾ ഈ മാവ് കുഴയ്ക്കുമ്പോഴേ, ഇത് ഇടിയപ്പത്തിന്റെ പൊടിയാണ്, കടയിൽ നിന്ന് വാങ്ങിച്ച വറുത്ത അരിപ്പൊടി, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊടി. ഇത് ഈ വെള്ളം, ചൂടുവെള്ളം, തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ മൊത്തത്തോടെ ഒഴിച്ചു കൊടുക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണേ. നമുക്ക് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം കൈകൊണ്ട് യോജിപ്പിക്കാം കേട്ടോ. അപ്പം തിളച്ച വെള്ളമാണ് കണ്ടോ. ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഞാൻ ഒരു വലിയ മുറി തേങ്ങ തിരുമിയത് എടുത്തിട്ടുണ്ടേ. പിന്നെ ചീവി വെച്ചിരിക്കുന്ന ശർക്കരയാണേ. ഇത് പറഞ്ഞില്ലായിരുന്നോ, നമ്മുടെ കോഴിക്കോട്ടേക്ക് ഇച്ചിരി സ്പെഷ്യൽ ഉണ്ടെന്ന്. പിള്ളേർക്ക് കിട്ടേണ്ട ന്യൂട്രീഷ്യൻസും കിട്ടും, എല്ലാവരും നന്നായിട്ട്, വലിയവരും കുട്ടികളും എല്ലാം നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുവേ. നമ്മുടെ നേന്ത്രപ്പഴമാണ്, ഒരു ചെറിയ, ഒത്തിരി വലുതല്ല, ഒരു മീഡിയം സൈസ്, അധികം വണ്ണവും നീളവും ഒന്നും ഇല്ലാത്തൊരു മീഡിയം സൈസ് നേന്ത്രപ്പഴം അരിഞ്ഞു വെച്ച്. ഇത് കപ്പലണ്ടിയാണ്. ഈ കപ്പലണ്ടി ഇടികല്ല് വെച്ച് പുറത്തിട്ടൊന്ന് കുത്തി എടുത്തിരിക്കുന്നതാണ്. മിക്സിയിലിട്ടെടുത്താൽ അധികമായിട്ട് പൊടിഞ്ഞു പോകും. നമ്മൾ ഈ ഫില്ലിങ്സിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ടേസ്റ്റ് ഇടയ്ക്ക് ഇതിന്റെ കടി കിട്ടുമ്പോഴേ കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ് കോഴിക്കോട്ടയ്ക്കകത്ത് ചേർക്കുന്നത്. ഒരു 2 ഏലക്കായും ഒരു നുള്ളു ജീരകവും കൂടെ ഒന്ന് പൊടിച്ചെടുത്താണ് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ തേങ്ങയൊക്കെ നമ്മൾ നെയ്യിൽ വരട്ടി എടുക്കുന്നതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട്, അപ്പോഴത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു സ്മെല്ലും മണവും ഗുണവും ഒക്കെ ആയി. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. നമുക്കിത് ടേസ്റ്റിനും ഒക്കെ കൂടെ നമുക്ക് നെയ്ക്കകത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. നമ്മുടെ തേങ്ങയും ശർക്കരയും അണ്ടിപ്പരിപ്പും പഴവും ഒക്കെ ഈ നെയ്യിലാണ് നമ്മൾ വരട്ടിയെടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുക്കാമേ. തേങ്ങ നന്നായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നെയ്യിലൊന്ന് ഇതാക്കി എടുക്കാമേ. അതിനുശേഷം നമുക്ക് മറ്റു സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇത് ശർക്കര ചേർത്ത് കൊടുത്തേ. ശർക്കര ഓരോരുത്തരുടെ ആവശ്യാനുസരണത്തിനാണ്, അതായത് മധുരം എത്രത്തോളം വേണം എന്നനുസരിച്ച് ഇട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഈ ശർക്കരയും കൂടെ നമുക്ക് ഇളക്കി, ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് ഇതായിട്ട് വരട്ടെ, എന്താ പറയാ, വഴട്ടി അല്ലെങ്കിൽ വിളയിച്ചെടുക്കാം. നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാമേ. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പഴം ഒന്ന് വഴളാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാമേ. പഴവും തേങ്ങയും ശർക്കരയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന്
എന്താ പറയാ, നെയ്യിൽ കിടന്നൊന്ന് നന്നായിട്ട് വഴട്ടിയെടുക്കാം. ഈ സമയത്ത് എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാമേ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് താമസമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ചെറുതീയിൽ വേണം ഇങ്ങനെ ആക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകമാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഏലക്കയുടെ തോട് ഞാൻ എടുത്ത് മാറ്റി. നമ്മുടെ കോഴിക്കട്ടയ്ക്കകത്ത് വെക്കേണ്ട ഫില്ലിങ്സ് റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, തണുക്കാൻ വെക്കാം. അല്ല, ഞാൻ കൈയൊക്കെ നന്നായിട്ട് കഴുകിയതാണ്. പിന്നെ ഒരു കുറച്ച് നെയ്യും കൂടെ ഒന്ന് പുരട്ടി കൊടുത്തു. അപ്പോൾ കോഴിക്കോട്ടേക്കുള്ള ഫില്ലിങ്സ് ഒക്കെ വെച്ച് ഉണ്ടയാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ടേ. നമ്മുടെ ആവി പാത്രത്തിൽ ആവി വന്നു. നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാമേ. അപ്പൊ നമ്മുടെ കോഴിക്കട്ടെ വെന്തോ നോക്കാവേ. ആവിയെല്ലാം നന്നായിട്ട് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. എൻ്റെ ഈ സ്റ്റീമറില്ലേ, ഇതിന് അടപ്പ് പോയിരിക്കും. ഇത് പൊക്കണമെങ്കിൽ ഭയങ്കര ട്രിക്കാ കണ്ടോ. പപ്പടം കുത്തി വെച്ച് ഇത് ഇങ്ങനെ പൊക്കിയെടുക്കണം. എനിക്ക് പിന്നെ ഇത് ശീലമായി. നമുക്കിനി ഈ പപ്പടം കുത്തി വെച്ച് ഇത് വെന്തോ നോക്കാം ഉള്ളൊക്കെ കേട്ടോ. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കണ്ടോ. ഉണ്ടോ, നമ്മുടെ കോഴിക്കോട്ട റെഡിയായി കേട്ടോ. ഞാനേ ഇതിൻ്റെ അകം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാവേ എങ്ങനെ ഇരിക്കുന്നേ.